വോട്ട് ചോരി തന്നെ നോക്കൂ. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാവുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തെളിവുകൾ സഹിതം അത് എക്സ്പോസ് ചെയ്യുന്നതിന് രാഹുൽ ഗാന്ധി ജയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വാസ്തവത്തിൽ ഈ വോട്ട് ചോരി പ്രസ്ഥാനം രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹമുള്ള ഒരു മാധ്യമ സ്ഥാപനം ചെയ്യേണ്ട ജോലിയാണ്. അതാണ് രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹരിയാന അഫയേഴ്സ് എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ, അത് സത്യം പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെയായിരുന്നു. ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മോഷ്ടിച്ചെടുത്തത് എന്നുള്ളതിന്റെ ഒന്നാന്തരം ഉദാഹരണം. 25 ലക്ഷം വോട്ടുകളുടെ തിരിമറിയാണ് അവിടെ നടന്നതെന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം. ഈ തെളിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വോട്ടർ പട്ടിക തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സത്യവിവരണം നടത്തിയത്. ഇത് അടിസ്ഥാനരഹിതമാണ്, ഇതാണോ ഹൈഡ്രജൻ ബോംബ്, ഇത് ഒരു നനഞ്ഞ പടക്കമായി പോയല്ലോ എന്നൊക്കെയുള്ള പരിഹാസദ്യോതകമായ പ്രതികരണങ്ങളല്ലാതെ ഇതുവരെ BJP ഈ സത്യവിവരണത്തെ പറ്റി അല്ലെങ്കിൽ തെളിവുകളെ പറ്റി അദ്ദേഹം ഉന്നയിച്ച വിഷയത്തെ പറ്റി കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയതിന്റെ 2ാം ദിവസം ഇന്നലെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആളുകൾക്ക് തൃപ്തികരമായ ഒരു വിശദീകരണവുമായിട്ട് വന്നിട്ടില്ല. ഇതിന്റെ പേരിലും BJPയുടെ ചില നേതാക്കൾ, കിരൺ റിജ്ജു പോലുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനാണ് ശ്രമിച്ചത്. ഇദ്ദേഹം രാജ്യവിരോധിയാണ്, ഇദ്ദേഹം വിദേശത്ത് പോയിട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നത്, വിദേശത്തുള്ള ചില ഇന്ത്യ വിരുദ്ധരുടെ കയ്യിലെ പാവയാണ് മുതലായ ഉണ്ടയില്ലാ വഴികളല്ലാതെ മറ്റൊന്നും പറയാൻ BJPക്ക് സാധിച്ചിട്ടില്ല.